ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. യാത്ര പോവാന്ന് വെച്ചാൽ ചെറിയൊരു ഔട്ടിങ് പോലെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഭരണങ്ങാനം പള്ളിയിലേക്കൊന്ന് പോവാണ്. പിന്നെ നമ്മൾ ഒരു ഏറ്റുമാനൂരുള്ള ഒരു പ്ലേ വേഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ ഞാൻ കുഞ്ഞിലേ പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കല്യാണമൊന്നും കഴിഞ്ഞും ഇപ്പോൾ കുഞ്ഞുണ്ടായിട്ട് നമുക്കൊന്നും പോകാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നാത്തൂനും ഫാമിലീസും പിന്നെ കസിൻ ബ്രദറൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഭരണങ്ങാനം പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഇട ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അത് കാരണം കൊണ്ട് തന്നെ അവിടെ എല്ലാ ദിവസങ്ങളും ആളുകളിങ്ങനെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി അത്ഭുതങ്ങളും കാര്യങ്ങളും ഇപ്പോൾ അൽഫോൻസാമ്മ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച ശേഷം അവിടെ എന്നും തീർത്ഥാടന കേന്ദ്രമായിട്ട് എന്നും അവിടെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയെന്നും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കബറടത്തിൽ ചെന്ന് ഒത്തിരി പേരൊക്കെ കുറേ രോഗശാന്തിയും കുറേ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ. അപ്പം നമ്മൾ നേരനും കൊണ്ട് ആ കബറടത്തിൽ പോയി അവിടെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ ചെന്ന് കബറടത്തിൽ അവിടെ കുഞ്ഞിനെ അവിടെ ഇരുത്തി കുഞ്ഞ് കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ പൊന്നൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അവളും അവിടെ വന്നിരുന്ന് അവളും മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ ഒപ്പമൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര അവളും സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് എന്താ അവിടെ പുറത്തൊക്കെ ഒന്ന് കുറേ നാൾക്ക് മുന്നേ അല്ലേ വന്നപ്പോൾ പള്ളി ഒന്ന് ചുറ്റിക്കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രോട്ടോൻ്റെ താഴെ ഇങ്ങനെ ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീനൊക്കെ നോക്കി പൊന്നു അതൊക്കെ കണ്ടിങ്ങനെ കളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നേരമോൾ നെറ്റൂസ് ആണെങ്കിലും ഒരു കിളിക്കൂടൊക്കെ കണ്ട് കിളിക്കൂടിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കരച്ചിലും ഇതൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ ആളുകളെയൊക്കെ ഇത്രയും കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അവൾ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമൊക്കെ ആയപ്പോൾ അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ഇരിക്കാൻ പോലും സീറ്റില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ സീറ്റൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ. അതിന് നൈറ മൂലമാണെങ്കിൽ അവൾ കുറച്ച് ടയേർഡായിരുന്നു. എന്നാലും വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നു. വലിയ കരച്ചിലൊന്നും ഇല്ലാതെ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. കാറിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും അവൾ ഇത്രയും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല ഇങ്ങനെയൊന്നും. പിന്നെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി വന്നു. ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഏറ്റുമാനൂരുള്ള ഹാങ് ഔട്ട് പ്ലേ വേഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവമാണ് കേട്ടോ. ഞങ്ങൾ നേരെ എല്ലാവരും ചെന്ന് അപ്പോൾ അവിടെ 100 രൂപ ആണ് നമുക്ക് എൻട്രി ഫീ വരുന്നത് കേട്ടോ. അത് ഞങ്ങൾ ചെയ്ത് അപ്പോഴേക്കും നേരമോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ടാഗ് തരും നമുക്കിങ്ങനെ ഒരു സ്റ്റിക്കർ പോലത്തെ. അതിങ്ങനെ നമ്മൾ കയ്യിൽ ഒട്ടിക്കണം. എന്നാലേ നമുക്ക് അങ്ങനെ ഒരു എൻട്രി പാസ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മളത് കയറ്റുള്ളൂ. അപ്പോൾ ഒരു രാത്രി 10 മണി വരെ നമുക്ക് ആ ഒരു ദിവസം നമ്മളെപ്പോഴാണ് ചെല്ലണത് അതുവരെ അവിടെ ക്ലോസിങ് ടൈം 10 മണിയാണ് കേട്ടോ. അവിടം വരെ നമുക്ക് ഇടാം. പിന്നെ പൊന്നു ഇത് കണ്ടിട്ട് സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നു ആദ്യം തന്നെ ഓരോ സ്ലൈഡിൽ കയറി കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും. അവളെല്ലാത്തിനും ചാടി കയറി ഇങ്ങനെ ഓരോ സ്ലൈഡിൽ കളിക്കുമായിരുന്നു. പിന്നെ ഞാൻ വണ്ടർലയിലൊക്കെ ഉണ്ടോ കണ്ടേക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ബക്കറ്റ് വഴി വെള്ളമൊക്കെ പോകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പിള്ളേരുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഏത് പിള്ളേർക്കും ഇഷ്ടം. വെള്ളത്തിൽ പിള്ളേരല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടമാണ്. ഞാനതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വണ്ടർലയിൽ കളിക്കണ പോലെ തന്നെ റൈഡ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ തരത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട്. പൊന്നു ഒരു ജമ്പ് പോലത്തെ സംഭവത്തിൽ കയറിയിരുന്ന് കുറേ നേരം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഇങ്ങനെ ഒരു സ്പോഞ്ചല്ല, അതെന്താ നമുക്ക് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ചാടണത്. പിന്നെ അതിൽ കിടന്ന് ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ അവൾ. പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒന്നുമില്ലല്ലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. വലിയവർക്ക് പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഞങ്ങൾ അതിൽ കയറി കുറേ നേരം ഇങ്ങനെ ആടി. നെച്ചുവിനെ എടുത്ത് നമ്മൾ വടിയിൽ വെച്ച് കുറേ നേരം അവളെയും നമ്മളിങ്ങനെ ആട്ടി.
പിന്നെ പൊന്നും വന്ന് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ജിം പോലത്തെ സ്ഥലം, പ്ലേ ജിം പോലത്തെ, അത് വലിയവർക്കും കയറാം. ഞങ്ങളെല്ലാവരും കൂടി അതിൽ കയറി കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി അതിലൊക്കെ കളിച്ച് എന്തെങ്കിലുമൊക്കെ ശരീരം മെയ്യൊക്കെ അനങ്ങട്ടെ എന്ന് ഓർത്ത് എൻ്റെ നാത്തൂന്, കസിൻ ബ്രദർ, എല്ലാവരും കൂടി കയറി ഓരോന്നൊക്കെ കളിച്ച് നോക്കി കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ഫുഡ്സും കാര്യങ്ങളും ഡ്രിങ്ക്സൊക്കെ ഉള്ള ഒരു ഫുഡ് കോർട്ട്. അത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെയും കൂടി കയറി. പിന്നെ ഒരു ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അവിടെ ഒരു സ്റ്റേജൊക്കെ പോലെ കെട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആളുകളൊക്കെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു വിങ്സൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.